അല്ല, നിങ്ങളേ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എത്ര പാത്രം നിരത്തും? ഞാൻ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയതേ ഈ ഒരൊറ്റ പാൻ വെച്ചിട്ടാണ് കേട്ടോ. അതുപോലത്തെ ഒരു ബിരിയാണിയാണ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത്. ഭയങ്കര ഈസി ആട്ടോ ഈ ഒരു ബിരിയാണി തയ്യാറാക്കാൻ. എന്നാൽ രുചിക്ക് വല്ല കോംപ്രമൈസും ഉണ്ടോ? ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അടിപൊളി ടേസ്റ്റുമാണേ. അപ്പോഴേ നിങ്ങൾക്ക് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കണമെന്ന് തോന്നിയാൽ ഈ ഒരു ബിരിയാണി തയ്യാറാക്കി നോക്കിയോളൂ. നമുക്ക് ഒറ്റ പാത്രം തന്നെ നിരത്തിയാൽ മതി. അപ്പോൾ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. ഞാനേ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. അത് ആദ്യം നമ്മളൊന്ന് സോക്ക് ചെയ്ത് വെക്കണം കേട്ടോ. ഒരു 30 മിനിറ്റെങ്കിലും നമ്മൾ ഇത് വെള്ളത്തിൽ ഇട്ട് വെക്കുക, നന്നായിട്ട് കഴുകിയതിന് ശേഷം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു പാത്രത്തിലാണ് ഇനി ബാക്കിയുള്ള എല്ലാ പരിപാടി കേട്ടോ. അപ്പോൾ ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 4 മീഡിയം സവാള ഇട്ടിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മുരിച്ചെടുക്കണം കേട്ടോ. നല്ല പോലെ ബ്രൗൺ ആവുന്ന സമയത്ത് ഇതിൽ നിന്ന് ഒരു 1/2 കപ്പ് അങ്ങ് മാറ്റി വെച്ചോളൂ. അതെ, അത് നമുക്ക് അവസാനമാണ് ആവശ്യമുള്ളത്. അപ്പോൾ 1/2 കപ്പോളം നമുക്കിതിൽ നിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ ഉള്ളികളൊക്കെ നന്നായിട്ട് അങ്ങോട്ട് സൈഡിലേക്ക് അങ്ങ് മാറ്റി വെച്ചോളൂ കേട്ടോ. ഇനി ഈ എണ്ണയിലാണ് ബാക്കിയെല്ലാം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. ഒരു തക്കോലം ചേർത്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 10 ഏലക്ക കേട്ടോ, കൂടെ ഒരു 10 ഗ്രാമ്പു ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 കഷ്ണം പട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നിർബന്ധമായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഷാജീര. അത് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരു 3 ബേ ലീഫും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആദ്യം അതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത 1 കിലോഗ്രാമോളം ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആദ്യം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ പേസ്റ്റാക്കി എടുത്തത്. അതൊരു 4 ടീസ്പൂണോളം ഉണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പച്ചമുളകും ഒന്ന് ക്രഷ് ചെയ്തത്, അത് 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ചോറിലേക്ക് വീണ്ടും ആവശ്യം വരും കേട്ടോ. ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഗരം മസാലയോ അതല്ലെങ്കിൽ ബിരിയാണി മസാലയോ അത് 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അടച്ച് വെക്കണം. ഒരു 2-3 മിനിറ്റോളം വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കിത് തുറന്നിട്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തേക്കുന്നത്. പിന്നെ വേണ്ടത് പുതിനൻ്റെ ഇലയാണ്, അതൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയാണ് വേണ്ടത്, അതും ഇതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് പച്ചമുളകാണ് കേട്ടോ. ഒരു 4 പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ 4 ഇപ്പം ചേർത്തേക്കുന്നത്. ഇനിയും പച്ചമുളക് വരാനുണ്ട് കേട്ടോ. പിന്നെ 1 കപ്പ് തൈര് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വെക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടല്ലോ, ചിക്കനിൽ നിന്ന് നല്ല പോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 5.5 കപ്പോളം ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ മല്ലിയില വേണം. ഒരു 1/2 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ പുതിനയില ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ റൈസിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും വേണം കേട്ടോ. 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ നോക്കിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യമുള്ളത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ അരി ഞാൻ ഊറ്റിയെടുത്തിട്ടുണ്ട്. അതൊരു 5 കപ്പ് അരി ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. 5 കപ്പിന് 5.5 കപ്പാണ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് വെക്കുന്നത്. അതായത് ഈ 5 കപ്പിക്ക് 5.5 കപ്പ് വെള്ളം വരാൻ കാരണം നമ്മളിത് ആദ്യം കുതിർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു കാരണം. രണ്ടാമത്തത് ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേവ് കമ്മിയായി തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ച് ചൂടുവെള്ളം അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്ര തന്നെ വെള്ളം മതിയാവും കേട്ടോ. എന്നിട്ട് ഇതേ അടച്ച് വെച്ച് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും നമ്മളിതുപോലെ ഒന്ന് പൊത്തി വെക്കുക. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയ ചൂടുള്ള പാലിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ കളറാവുമ്പോൾ നമ്മൾ ഇതിൻ്റെ ചുറ്റും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മുകളിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉള്ളി ഉണ്ടല്ലോ, നമ്മൾ 1/2 കപ്പോളം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മളിതിലേക്ക് അങ്ങോട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ പുതിനയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിനി ദം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുകളിലൊരു വെയിറ്റ് വെക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോയിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് കവർ ചെയ്തിട്ട് ഒരു ഇതുപോലെ നല്ല അടപ്പ് വെച്ചിട്ട് അടച്ചിട്ട് വെയിറ്റ് വെക്കുന്നെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ. അപ്പോൾ അതേ ഞാൻ 30 മിനിറ്റോളം ഇങ്ങനെ ചെറിയ തീയിലാട്ടോ വെച്ചേക്കുന്നത്. ചെറിയ തീയിൽ വെച്ചതിന് ശേഷം 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നല്ല പോലെ അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഈ ഒരൊറ്റ പാനിലല്ലേ ഞാൻ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ എങ്ങനെ ഇത്ര ഈസി ആയിട്ടൊരു ബിരിയാണി നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടോ?
ഇല്ലെങ്കിലേ ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചോളൂ. തീർച്ചയായിട്ടും എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിയോളൂ. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ മതി, പിന്നെ അതങ്ങ് ശീലമായിക്കോളൂ കേട്ടോ. അത്രയും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണി തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.